सियोन देश हमारा है दे, देखते हैं अंबर दे, जाएंगे हम अपना दे। सियोन देश हमारा है देश, देखते हैं अंबर दे, जाएंगे हम अपना दे। हालेलुया 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 हालेलुया। सियोन दे मारा है दे, लगते हैं अंबर दे, जाएंगे हम अपना दे, जाएंगे हम अपना देश। आएगा यीशु यहाँ, ले जाएंगे हमको वहाँ, वादा यीशु का पूरा होगा, वादा यीशु का पूरा होगा, आनंद जीवन हमको मिलेगा, आनंद जीवन हमको मिलेगा। सियोन देश हमारा है दे, रहते हैं अंबर दे, जाएंगे हम अपना दे, जाएंगे हम अपना देश. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ സ്വർഗീയമായ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യാശ ഇതാണ്, സ്വർഗീയമായത് പ്രാപിക്കണം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അതിനാലാണ് പറഞ്ഞത്, ഈ ലോകത്തിലെ സകലവും ചപ്പു ചവറുമെന്ന് എണ്ണുന്നുവെന്ന്. മാത്രമല്ല, ഈ ലോകം വിട്ടുപോയാൽ ഒരു നിത്യഭവനമുണ്ട് എന്നുള്ള സത്യമാണ്. അത് മറ്റാരുമല്ല പറഞ്ഞത്, യേശു തന്നെയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. ഈ മകൾ പ്രത്യാശയാണ് ദൈവത്തിന് ആവശ്യം. എന്നാൽ അത് പ്രാപിച്ചെടുക്കുന്ന തടസ്സമായി വഞ്ചകനായ സാത്താൻ അനേകരെ വീഴ്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനായ ആദാമിനെ പരാജയപ്പെടുത്തിയ ധൈര്യമാണ് പിശാചിനുള്ളത്. എന്നാൽ അവനിപ്പോഴും അതേ ധൈര്യമുണ്ട് എന്നാണ് കരുതുന്നത്. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച നാൾ മുതൽ യേശുവിനെ പരാജയപ്പെടുത്താനുള്ള തന്ത്രങ്ങളായിരുന്നു സാത്താൻ മെനഞ്ഞത്. അങ്ങനെ രാജാക്കന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയൊക്കെ പ്രവർത്തിച്ചു നോക്കി. അവിടെ എങ്ങും ജയം കണ്ടെത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ അടവ് മാറ്റി. ഒരമ്മയുടെ ആർദ്രകരുണയോടെ എന്ന പോലെ യേശുവിനെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയിലൂടെ സമീപിച്ച് എങ്കിലും അവൻ പരാജിതനായി പിന്മാറി. സാത്താൻ ചിന്തിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടക്കരുത്. യേശു ക്രൂശിൽ മരിച്ചുവെങ്കിലേ അത് പൂർണ്ണമാകുകയുള്ളൂ. അതിനാലാണ് ഗെത്സമന തോട്ടത്തിലും യേശു അതിവേദനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രലോഭനം ഉണ്ടായത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന്. യേശു പിതാവിനോട് പറഞ്ഞു. സെക്കൻഡുകൾക്കകം യേശു വീണ്ടും പറഞ്ഞ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെയെന്ന്. യേശു തൻ്റെ ജനത്തോട് വാഗ്ദത്തം ചെയ്താണ് നിത്യത. മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സാധിച്ചില്ലെങ്കിൽ നിത്യതയും നഷ്ടമാകും. സാത്താൻ്റെ കണക്കുകൂട്ടലെല്ലാം തകിടം മറിച്ച് യേശു സകലം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ നിറവേറാതിരിപ്പാൻ മഹാപുരോഹിതനോട് സാത്താൻ പ്രവർത്തിച്ചു. റോമൻ അധികാരികളുടെ അംഗീകാരം നേടി കല്ലറ മുദ്ര വെച്ച് ഉറപ്പാക്കി. യേശുവിനെ കല്ലറയിൽ ഒതുക്കിയാൽ വാഗ്ദത്തം പൂർത്തിയാകുകയില്ല. യേശു ദൈവപുത്രനല്ല എന്ന് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ശേഷം മനുഷ്യനായ ലോകം അറിയപ്പെടും. എന്നാൽ റോമൻ്റെ മുദ്ര പൊട്ടിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സാത്താൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയും കൂടെ ജീവിച്ച ശേഷം സ്വർഗത്തിലേക്ക് പോയി. യേശു താൻ പറഞ്ഞതും ദൂതന്മാർ സാക്ഷി നിന്നതും അപ്പോസ്തലന്മാർ ഉറപ്പിച്ചു പറഞ്ഞതുമായ വിഷയമാണ്
കർത്താവ് മടങ്ങി വരുമെന്ന്. വെറുതെ ഒരു മടങ്ങി വരുമല്ല, തൻ്റെ കാന്തിക സഭയെ ചേർക്കുവാനാണ്. അപ്രത്യാശയാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ ആകാശത്തിലെ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ ഇപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ നിത്യമായ വാസമാണ് കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് ഈ ലോകത്തിൽ അഹരോനെ പോലെ അയഞ്ഞ പ്രമാണമുള്ളവർക്കല്ല, പ്രത്യുത മോശയ്ക്ക് ലഭിച്ച ദയിപ്പിക്കുന്ന അഗ്നിയുടെ പ്രമാണം അനുസരിച്ചവർക്കാണ് ഇത് ലഭ്യമാകുന്നത്. യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകയാൽ ആ ശുദ്ധീകരണത്തോട് നിത്യമായ ഭവനത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ തുടങ്ങും. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.